നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റിനിൽ നിന്നുള്ള വാർത്തകളിലേക്ക്. പ്രവേശന ദിനങ്ങൾക്കായി ബഹ്റിനിലെ സ്കൂളുകൾ ഒരുങ്ങി 2 മാസം നീണ്ട വേനൽ അവധി കഴിഞ്ഞ് സെപ്റ്റംബർ 3-നാണ് ഔദ്യോഗികമായി രാജ്യത്ത് സ്കൂളുകൾ തുറക്കുക. സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലുമുള്ള സ്കൂളുകളെല്ലാം തന്നെ സെപ്റ്റംബർ ആദ്യവാരം തുറന്നു പ്രവർത്തിക്കും. പുതിയ അധ്യയന വർഷത്തെക്കുറിച്ച് രക്ഷിതാക്കളെയും കുട്ടികളെയും അറിയിക്കുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രാലയം ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശന ദിനങ്ങൾ സംഘടിപ്പിക്കും. പൊതുവിദ്യാലയങ്ങളിൽ അക്കാദമിക് മികവ് വളർത്തിയെടുക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉറപ്പാക്കുന്നതിനായി ബഹ്റിൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ തിങ്കളാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ വിദ്യാഭ്യാസ അധികാരികൾക്ക് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് ഇത്. സെപ്റ്റംബർ 3-നാണ് ഔദ്യോഗികമായി രാജ്യത്ത് സ്കൂളുകൾ തുറക്കുക. വിദ്യാർത്ഥികളെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളുമായി സർക്കാരും രംഗത്തുണ്ട്. എല്ലാ വിദ്യാലയങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ, അറ്റകുറ്റപ്പണികൾ, പുതിയ ബസ്സുകൾ തുടങ്ങിയ വിവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. പുതിയ അധ്യയന വർഷം മുതൽ രാജ്യത്തെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഗുണമേന്മയുള്ളതും പോഷകാഹാര മൂല്യമുള്ളതുമായ ഭക്ഷണം മികച്ച സ്വകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ചെത്തിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ബഹ്റിൻ ആദ്യമായി ICCA മിഡിൽ ഈസ്റ്റ് ഉച്ചകോടി 2025 ആതിഥ്യമരുളുന്നു. എക്സിബിഷൻ വേൾഡ് ബഹ്റിനിൽ സെപ്റ്റംബർ 1-2 തീയതികളിലാണ് ഉച്ചകോടി നടക്കുക. ഇന്റർനാഷണൽ കോൺഗ്രസ് ആൻഡ് കൺവെൻഷൻ അസോസിയേഷന്റെ പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന ഈ ഉച്ചകോടി മീറ്റിംഗുകളിൽ നിന്നും ഇവന്റ് വ്യവസായത്തിൽ നിന്നുമുള്ള പ്രധാന പ്രാദേശിക അന്തർദേശീയ പങ്കാളികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. ഫോറത്തിൽ നിർണായക വിഷയങ്ങൾ ലക്ഷ്യമിട്ടുള്ള പാനൽ ചർച്ചകൾ, കേസ് സ്റ്റഡികൾ, വർക്ക്ഷോപ്പുകൾ, ഘടനാപരമായ നെറ്റ്വർക്കിംഗ് എന്നിവയും ഉണ്ടായിരിക്കും. മേഖലയിലെ ബിസിനസ് ഇവന്റ് മേഖലയിലെ സ്ഥാപനപരമായ മികവും നവീകരണവും അംഗീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ICCA മിഡിൽ ഈസ്റ്റ് റെക്കഗ്നീഷൻ അവാർഡുകളും ഉച്ചകോടിയിൽ കൊടുക്കും. ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ എക്സിബിഷൻ വേൾഡ് ബഹ്റിൻ ഒരു പ്രധാന ദേശീയ ആസ്തിയായിരിക്കും. കൂടാതെ മേഖലയിലുടനീളം മൈസ് മേഖലയുടെ ഭാവി രൂപപ്പെടുത്തുന്ന പങ്കാളികളെ സ്വാഗതം ചെയ്യാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി CEOയും എക്സിബിഷൻ വേൾഡ് ബഹ്റിൻ ചെയർപേഴ്സണുമായ സാറ അഹമ്മദ് ബുഹിജി പറഞ്ഞു. ഉച്ചകോടി പങ്കെടുക്കുന്നവർക്ക് വിലപ്പെട്ട ഉൾക്കാഴ്ചകളും നെറ്റ്വർക്കിംഗിന് സമാനതകളില്ലാത്ത അവസരങ്ങളും നൽകുമെന്ന് ICCAയുടെ CEO ഡോക്ടർ സെന്തിൽ ഗോപിനാഥ് അറിയിച്ചു. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥ വിശ്വാസപൂർവ്വം അടിസ്ഥാനമാക്കി ICF പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇന്റർനാഷണൽ തലത്തിൽ സംഘടിപ്പിക്കുന്ന ബുക്ക് ടെസ്റ്റ് ഓഗസ്റ്റ് 29-ന് ബഹ്റിനിൽ 7 കേന്ദ്രങ്ങളിലായി സംഘടിപ്പിക്കും. പിന്നോക്കം നിന്നിരുന്ന സമൂഹത്തെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും ഉന്നതിയിലെത്തിച്ച് സമൂഹത്തിന് മാതൃകയായ ഒരു വ്യക്തി ജീവിതം വരച്ചു കാണിക്കുന്ന പുസ്തകം ഏവരും വായിച്ചിരിക്കേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതുമായ അനുഭവങ്ങളുമാണെന്നതുകൊണ്ടാണ് വിശ്വാസപൂർവ്വം പരീക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത്. ബഹ്റിൻ നാഷണൽ തലത്തിൽ ഉയർന്ന മാർക്ക് നേടുന്ന വിജയികൾക്ക് സ്വർണ്ണ കോയിൻ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ICF പ്രഖ്യാപിച്ചു. ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം.
പ്രവാസി വെൽഫെയർ വൈവിധ്യമാർന്ന ഓണക്കളികളും കലാസാംസ്കാരിക പരിപാടികളുമായി പ്രവാസോണം 2025 ഒക്ടോബർ 3 അദ്ദിലിയ ഔറ ആർട്സ് സെന്ററിൽ നടക്കുമെന്ന് പ്രവാസി വെൽഫെയർ ജനറൽ സെക്രട്ടറി CM മുഹമ്മദ് അലി അറിയിച്ചു. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ആഘോഷങ്ങൾ എല്ലാവരുടേതുമാകട്ടെ എന്ന ടൈറ്റിലിൽ പ്രവാസി വെൽഫെയർ സാധാരണക്കാരായ പ്രവാസികൾക്കായി നടത്തിവരാറുള്ള സൗജന്യ ഓണസദ്യയും സംഘടിപ്പിക്കും. പ്രവാസോണം 2025 സുഗമമായ നടത്തിപ്പിന് ആഷിഖ് എരുമേലി ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാനായും രാജീവ് നാവായക്കുളം ചീഫ് കോർഡിനേറ്ററുമായി വിപുലമായ സ്വാഗത സംഘവും രൂപീകരിച്ചു. പ്രവാസി സെന്ററിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പ്രവാസി വെൽഫെയർ പ്രസിഡന്റ് ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി CM മുഹമ്മദ് അലി സ്വാഗതം ആശംസിച്ചു. പ്രവാസോണം 2025 ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ആഷിഖ് എരുമേലി സ്വാഗത സംഘ രൂപീകരണത്തിന് നേതൃത്വം നൽകി. സമസ്ത ബഹ്റൈൻ ജിദാലി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹപ്രവാചകരുടെ 1.5 സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ നടക്കുന്ന മിലാദ് സംഗമം വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കും. മദ്രസ വിദ്യാർത്ഥികളുടെ ഇസ്ലാമിക കലാപരിപാടികൾ, തുടർന്ന് ദഫ് പ്രോഗ്രാം, മൌലിദ് മജ്ലിസ്, പൊതുസമ്മേളനം എന്നിവയും നടക്കും. പരിപാടിയുടെ വിജയത്തിന് വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു. ചെയർമാൻ മുഹമ്മദ് മുസ്ലിയാർ എടവണ്ണപ്പാറ, വൈസ് ചെയർമാൻമാരായി സമദ് മുസ്ലിയാർ, ഹമീദ് കൊടശ്ശേരി, ഇസ്മായിൽ ഒഞ്ചിയം, ഹമീദ് കൊടശ്ശേരി, കൺവീനർ ഫൈസൽ തിരുവള്ളൂർ തുടങ്ങി നിരവധി പേരടങ്ങുന്ന കമ്മിറ്റിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. വടകര MP ഷാഫി പറമ്പലിനെതിരെ ഡിവൈഎഫ്ഐ CPM പ്രവർത്തകർ അസഭ്യം പറഞ്ഞ് വഴിതടഞ്ഞതിനെതിരെ IYCC ബഹ്റൈൻ ദേശീയ കമ്മിറ്റി ശക്തമായി പ്രതിഷേധിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണത്തിൽ ഷാഫി പറമ്പലിനെ വഴിയിൽ തടയുന്ന CPM നിലപാട് ശരിയല്ല എന്നും ധാർമ്മിക ബോധമുണ്ടെങ്കിൽ കോൺഗ്രസ് സ്വീകരിച്ച മാന്യമായ നിലപാട് സ്വീകരിച്ച് CPM മാതൃകയാക്കണമെന്നും IYCC ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ്, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബെൻസി ഗുനിയഡ് എന്നിവർ ആവശ്യപ്പെട്ടു. മറ്റു വാർത്തകളിലേക്ക്. ചർമാർബുദത്തിനെതിരായ പോരാട്ടത്തെക്കുറിച്ച് വീണ്ടും തുറന്നു പറഞ്ഞ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം മൈക്കൽ ക്ലാർക്ക് മുഖത്ത് ശസ്ത്രക്രിയ ചെയ്തതിനെക്കുറിച്ചും രോഗപ്രതിരോധത്തെക്കുറിച്ചുമാണ് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെ ക്ലാർക്ക് തുറന്നു പറഞ്ഞത്. നേരത്തെ രോഗസ്ഥിരീകരണം നടത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. സ്കിൻ ക്യാൻസർ എന്നത് യാഥാർത്ഥ്യമാണെന്നും മൂക്കിൽ നിന്നൊന്നിനെ നീക്കം ചെയ്തുവെന്നും ക്ലാർക്ക് അറിയിച്ചു. ചർമ്മത്തെ നിരീക്ഷിക്കണമെന്നും പ്രതിരോധം വൈകരുതെന്നും അദ്ദേഹം പറയുന്നു. നിരന്തരമായ ചെക്കപ്പും നേരത്തെ രോഗം സ്ഥിരീകരിക്കലുമാണ് പ്രധാനമെന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട്. ആഗോളതലത്തിൽ ചർമാർബുദം സ്ഥിരീകരിക്കുന്ന രാജ്യങ്ങളിൽ മുന്നിലാണ് ഓസ്ട്രേലിയ. 70 വയസ്സ് പ്രായമാകുമ്പോഴേക്കും ഓസ്ട്രേലിയക്കാരിൽ 3-ൽ 2 പേർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചർമാർബുദം സ്ഥിരീകരിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വീണ്ടും ഒരു ഇടവേള. ഇന്ത്യയ്ക്ക് മേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പകരം തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ചുമത്തിയ 25% പിഴച്ചുങ്കവും നിലവിലെ 25% പകരച്ചുങ്കവും അടക്കം ഇന്നു മുതൽ 50%മാണ് തീരുവ. തിങ്കളാഴ്ച അമേരിക്കൻ ആഭ്യന്തര സുരക്ഷാ മന്ത്രാലയം തീരുവ പ്രാബല്യത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനം ഇറക്കിയിരുന്നു. ഇതുപ്രകാരം ബുധനാഴ്ച ഇന്ത്യൻ സമയം പകൽ 9 മണിക്ക് ശേഷം അമേരിക്കയിലെ വിപണിയിലെത്തുന്ന ഇന്ത്യൻ ചരക്കുകൾക്ക് പിഴച്ചുങ്കം ബാധകമാകും. തുണിത്തരങ്ങൾ, തുന്നിയ വസ്ത്രങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, ചെമ്മീൻ, തുകൽ ഉൽപ്പന്നങ്ങൾ, ചെരുപ്പ്, രാസവസ്തുക്കൾ, വൈദ്യുത മെക്കാനിക്കൽ യന്ത്രങ്ങൾ, മൃഗങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതിയെയാണ് തീരുവ വർധന കൂടുതൽ ബാധിക്കുക. മരുന്ന്, ഊർജ്ജോൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയെ ചുങ്കം ബാധിച്ചേക്കില്ല. ട്രംപിന്റെ അധിക തീരുവ കാരണം ചരക്ക് കയറ്റുമതിയുടെ മൂല്യം കഴിഞ്ഞ വർഷത്തേക്കാൾ 40 മുതൽ 45% വരെ കുറയുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടം മലയോര ജനതയ്ക്ക് ആശ്വാസകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭൂപ്രശ്നങ്ങൾ മലയോര ജനതയെ വിഷമിപ്പിച്ചിരുന്നു. ഇതിന് പരിഹാരമായി ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്തത് മന്ത്രിസഭ അംഗീകരിച്ചു. സബ്ജക്ട് കമ്മിറ്റിയുടെ അംഗീകാരം കൂടി ലഭിച്ചാൽ ചട്ടം പ്രാബല്യത്തിൽ വരും. പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം ഇതോടെ നടപ്പാകുകയാണ്. മലയോര മേഖലയിലെ പ്രശ്നം മന്ത്രിസഭായോഗം വിശദമായി ചർച്ച ചെയ്തുവെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുഖ്യമന്ത്രിക്കൊപ്പം റവന്യൂ മന്ത്രിയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
കേരളത്തിൽ സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനങ്ങൾ കുറച്ച് സമയം കൂട്ടാൻ ആലോചന. പ്രവൃത്തി ദിനങ്ങൾ ആഴ്ചയിൽ 5 ദിവസമാക്കാനാണ് ആലോചന. ഞായറാഴ്ചയ്ക്ക് പുറമെ ശനിയാഴ്ചയും അവധി നൽകാനാണ് ആലോചിക്കുന്നത്. ഇതിനു പകരം നിലവിലെ പ്രവൃത്തി സമയം വർദ്ധിപ്പിക്കും. ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ടിന്റെയും ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് ആഴ്ചയിൽ 2 ദിവസം ഓഫീസുകൾക്ക് അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ട ആലോചന നടക്കുന്നത്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.